ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ സ്മിട്ടൻ ആപ്പിനെ കുറിച്ചിട്ടാണ്. എന്താണ് സ്മിട്ടൻ ആപ്പ്, എങ്ങനെയാണ് സ്മിട്ടൻ ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുക, എങ്ങനെയാണ് ട്രയൽ പാക്സ് പർച്ചേസ് ചെയ്യുക, എന്താണ് ട്രയൽ പാക്സ്, ഇതൊന്നും അറിയില്ലാത്ത ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ആമസോണും ഫ്ലിപ്കാർട്ടും മീഷോ ഒക്കെ പോലെ തന്നെയുള്ളൊരു ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പാണ് സ്മിട്ടൻ. പക്ഷേ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ട്രയൽ പാക്സ് അവൈലബിൾ ആണ്. ട്രയൽ പാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ സെറ്റഫിൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു സൺസ്ക്രീൻ നമുക്ക് വാങ്ങണം എന്നുണ്ട്. ഏകദേശം ഒരു 400 രൂപ റേറ്റ് ആവുമെന്ന് വിചാരിക്കുക. അത് നമ്മൾ 400 രൂപ കൊടുത്ത് വാങ്ങി ഉപയോഗിച്ച് നോക്കി, പക്ഷേ നമ്മുടെ സ്കിന്നിന് അത് സെറ്റായില്ല. അങ്ങനെ വരുമ്പോൾ നമുക്കതിന് നഷ്ടം സംഭവിക്കും. അതിന് പകരം ഈ സെയിം ബ്രാൻഡിൻ്റെ സെയിം പ്രൊഡക്റ്റിൻ്റെ ഒരു മിനി വേർഷൻ, ഒരു സ്മോൾ വേർഷൻ അല്ലെങ്കിൽ ഒരു സ്മോൾ പാക്കേജ് നമുക്ക് സ്മിട്ടനിൽ നിന്ന് ട്രയൽ പാക്ക് ആയിട്ട് കിട്ടും. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഒരു 10 ml 5 ml അല്ലെങ്കിൽ 15 ml അത് ഉണ്ടാവുള്ളൂ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ സ്കിന്നിന് അത് ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം അതിൻ്റെ വലിയ പാക്കേജ് മേടിച്ച് യൂസ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ട്രയൽ പാക്സ് തരുന്നത്. പക്ഷേ മിനി വേർഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ചെറിയ പാക്കേജ് ആണെങ്കിൽ പോലും അതിന് നല്ല റേറ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു 5 ഗ്രാമിൻ്റെ പ്രൊഡക്റ്റിന് 200 രൂപ അല്ലെങ്കിൽ 150 രൂപ, 10 ml പ്രൊഡക്റ്റിന് 99 രൂപ, 120 രൂപ അങ്ങനെയൊക്കെ ആയിരിക്കും. കാരണം ബ്രാൻഡഡ് ഐറ്റംസ് ആണ്. നമ്മൾ ഈ വാങ്ങുന്ന ട്രയൽ പാക്സിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ റേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 1000, 1500, 1200 ഒക്കെ ആവും. അതാണ് വെറും 269 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത്. 269 രൂപയ്ക്ക് ഒരു പ്രൊഡക്റ്റ് അല്ല കിട്ടുന്നത്, 8 10 പ്രൊഡക്ട്സ് നമുക്ക് കിട്ടും. അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പ്രൊഡക്ട്സ് കിട്ടും. പിന്നെ നമുക്ക് ഫ്രീ ഗിഫ്റ്റ് കിട്ടും. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ പോയിട്ട് എന്നിട്ട് ഓപ്പൺ ചെയ്യുക. അന്നേരം മേളിൽ കൊടുത്തേക്കുന്നത് കണ്ടില്ലേ, 8 ട്രയൽ പോയിൻറ്റ്സ് അവൈലബിൾ ആണ്. ഈ 8 ട്രയൽ പോയിൻറ്റ്സ് വെച്ചിട്ടായിരിക്കും നമ്മളിവിടെ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ പ്രൊഡക്ട്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സൈഡിലായിട്ട് ഒരു ട്രയൽ പോയിൻറ്റ്, 2 ട്രയൽ പോയിൻറ്റ് എന്നിങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡോട്ട് ആൻഡ് കീയുടെ ഫേസ് വാഷിന് ഒരു ട്രയൽ പോയിൻ്റ് എന്നാണ് അവർ കൊടുത്തേക്കുന്നത്. ഇത് വെറും 15 ml ഉള്ളൂ. 15 ml തന്നെ ശരിക്കും 99 രൂപ എന്നാണ് കൊടുത്തേക്കുന്നത്. ഒരു ട്രയൽ പോയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ താഴെ ട്രൈ നൗ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഇതെൻ്റെ കാർട്ടിലേക്ക് ആഡ് ആവും. അപ്പോൾ നമുക്ക് 8 ട്രയൽ പോയിൻറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഒരു ട്രയൽ പോയിൻറ്റ് കൊടുത്താണ് ഞാനിത് വാങ്ങുന്നത്. അതുകൊണ്ട് ഇനി എനിക്ക് 7 ട്രയൽ പോയിൻറ്റ്സേ ബാക്കിയുള്ളൂ. ബാക്കി ഉള്ള ഈ 7 ട്രയൽ പോയിൻറ്റ്സ് വെച്ചിട്ടായിരിക്കും ഇനിയുള്ള ഐറ്റംസ് ഞാൻ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ പിൽഗ്രിമിൻ്റെ ഒരു നൈജൽ ക്രീം കിടക്കുന്നുണ്ട്. 5 ഗ്രാമാണ്. 5 ഗ്രാമിന് തന്നെ 200 രൂപയാണ് ശരിക്കും അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ 2 ട്രയൽ പോയിൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇതെനിക്ക് വാങ്ങാനായിട്ട് പറ്റും. ഞാൻ അതും ട്രൈ നൗ കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കാർട്ടിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ആഡാകും. എനിക്ക് 7 ട്രയൽ പോയിൻറ്റ്സ് ആയിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. 2 ട്രയൽ പോയിൻറ്റ്സ് കൊടുത്ത് ഇത് വാങ്ങുമ്പോൾ ഇനി എനിക്ക് എത്ര, 5 ട്രയൽ പോയിൻറ്റ്സേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ 5 ട്രയൽ പോയിൻറ്റ്സ് വെച്ചിട്ടായിരിക്കും ഇനി ഞാൻ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുന്നത്. ഈ ഒരു സൺസ്ക്രീൻ ഞാൻ എടുക്കുന്നുണ്ട്. ഒരു ട്രയൽ പോയിൻ്റാണ് ഇതിന് കാണിക്കുന്നത്. 5 ഗ്രാമിന് 99 രൂപയാണ്. അത് ഞാൻ ട്രൈ നൗ കൊടുത്ത് കാർട്ടിലേക്ക് ആഡാക്കുകയാണ്. വീണ്ടും എൻ്റെ ട്രയൽ പോയിൻറ്റ്സ് മേലെ കുറയുന്നുണ്ട്, 4 ആയി. അപ്പോൾ 4 ട്രയൽ പോയിൻറ്റ്സ് വെച്ചിട്ട് ഞാൻ ഇനി അടുത്ത ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഈ സ്മിട്ടൻ ആപ്പിൽ നിന്ന് ട്രയൽ പാക്സ് പർച്ചേസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയൽ പോയിൻറ്റ്സ് വളരെ കുറവെന്ന് വെച്ചാൽ മിനിമം 1 ട്രയൽ പോയിൻ്റ് ആണ്. അപ്പോൾ ട്രയൽ പോയിൻറ്റ് കുറവുള്ള ഐറ്റംസ് നോക്കി മാക്സിമം പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രൊഡക്ട്സ് കിട്ടും. ഒരു 8 10 പ്രൊഡക്ട്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ട്രയൽ പോയിൻറ്റ്സ് കൂടുമ്പോൾ നമുക്ക് വളരെ കുറച്ച് പ്രൊഡക്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ട്രയൽ പോയിൻ്റ് ഉള്ള ഐറ്റംസ് മാത്രം സെലക്ട് ചെയ്താൽ നമുക്ക് 8 ഐറ്റംസ് കിട്ടും. കാരണം 8 ട്രയൽ പോയിൻറ്റ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ 8 ട്രയൽ പോയിൻറ്റ്സ് വെച്ചിട്ട് ഓരോ ട്രയൽ പോയിൻറ്റ് വെച്ച് 8 ഐറ്റംസ് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. 2 ട്രയൽ പോയിൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മളെല്ലാം വാങ്ങുന്നതെങ്കിൽ നമുക്ക് 4 ഐറ്റംസേ കിട്ടത്തുള്ളൂ. അത് നമ്മൾ നോക്കി വാങ്ങുക. അപ്പോൾ ഞാനിവിടെ ഓരോരോ പ്രൊഡക്ട്സ് ഇതുപോലെ പർച്ചേസ് ചെയ്യുകയാണ്. ഹോം പേജിലെ ഓൾ കാറ്റഗറീസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ട്രയലെന്നും ഷോപ്പെന്നും കാണിക്കുന്നുണ്ട്. ഷോപ്പ് എടുത്താൽ നമുക്ക് സാധാരണ രീതിയിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും വാങ്ങുന്ന പോലെ ഷോപ്പ് ചെയ്യാം. ട്രയൽ എടുത്തു കഴിഞ്ഞാലാണ് ഇതുപോലത്തുള്ള കുറേ ട്രയൽ പാക്സിൻ്റെ കാറ്റഗറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കി നമുക്കതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഓരോന്നായിട്ട് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഒരു ട്രയൽ പോയിൻ്റാണ് കാണിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒറിജിനൽ റേറ്റും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽസും അവിടെ കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇനി ഒരു ട്രയൽ പോയിൻറ്റ് മാത്രമേ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ട്രയൽ പോയിൻറ്റ് വെച്ചിട്ട് ഇത് ഞാൻ പർച്ചേസും കൂടെ ചെയ്തപ്പോൾ എൻ്റെ ട്രയൽ പോയിൻറ്റ്സ് ഫുൾ കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിത് കാർട്ടിൽ പോയി നോക്കാം. ഹോം പേജിൽ മുകളിൽ കാർട്ട് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ കാണിക്കുന്നതാണ്. 7 പ്രൊഡക്ട്സാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 6 ഒരു ട്രയൽ പോയിൻറ്റും 2 ട്രയൽ പോയിൻറ്റും ആയിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ നമുക്ക് ഫ്രീ ഗിഫ്റ്റ് ഉണ്ട്. അത് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം ഏത് വേണമെന്നുള്ളത്. അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ കാണിക്കുക. അതിൽ നിന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യുക. ഗിഫ്റ്റ് തന്നെ 299 രൂപയുടെ ഒരു ഐറ്റമാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ തന്നെ ഏകദേശം എല്ലാം കൂടെ ഒരു 1000 രൂപയോളം ആയിട്ടുണ്ട്. അപ്പോൾ 1000 രൂപയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉള്ള ഐറ്റംസ് ആണ് വെറും 269 രൂപയ്ക്ക് നമ്മൾ വാങ്ങുന്നത്.
മാക്സിമം നിങ്ങൾ ഓൺലൈൻ പേയ്മെൻറ്റ് തന്നെ നടത്താനായിട്ട് നോക്കുക. ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തു കഴിഞ്ഞാൽ 50 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഓർഡർ പ്ലേസ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ ഹോം പേജിൽ മേലെ 269 വാലറ്റ് എന്ന് കാണിച്ചേക്കുന്നത്. അതായത് നമ്മൾ ഇതുപോലെ സ്മിട്ടൺ ആപ്പിൻ്റെ ട്രയൽ പാക്സ് 269 രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ സ്മിട്ടൺ വാലറ്റിലേക്ക് 269 രൂപ ആഡ് ആകും. ആ 269 രൂപ നമുക്കൊരിക്കലും നമ്മുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഗൂഗിൾ പേയിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമുക്ക് അത് നമ്മുടെ പർച്ചേസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഈ 269 രൂപ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ആപ്പിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇങ്ങനെ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് 60 ദിവസം വരെ ഈ 269 രൂപ വാലറ്റിൽ കിടക്കത്തുള്ളൂ. ഈ 60 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും പ്രൊഡക്ട്സ് നമുക്ക് ഇതിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് 1000 രൂപയിൽ മേലെ ആകുവാണെങ്കിൽ 269 രൂപ നമുക്ക് അവിടെ ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അങ്ങനെയാണ് ഈ വാലറ്റിലെ എമൗണ്ട് നമ്മൾ യൂസ് ചെയ്യുക. അല്ലാതെ ഒരിക്കലും നമുക്കത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്ന പ്രൊഡക്ട്സ് ആണ്. അത് ഓൾറെഡി എനിക്ക് ഡെലിവേർഡ് ആയിട്ടുണ്ട്. എനിക്ക് ഗിഫ്റ്റും കൂടെ ചേർത്ത് 10 പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതാണ് സ്മിട്ടൺ ആപ്പിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചോളുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.